ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ്. ഞാൻ എം ജെ. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോഴും കഴിഞ്ഞില്ലേ, എന്താണ് ഈ ചാപ്റ്റർ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണോ? അപ്പം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഒരു സങ്കട വാർത്ത പലരും സംബന്ധിച്ചിരിക്കും. അതൊക്കെ വിട്ടേക്ക്. എന്താണ് വാർത്ത? ഇന്ന് നിങ്ങൾക്ക് എക്സാമാണേ. എന്ത് എക്സാമാ? അതാ ഈ ചാപ്റ്ററിൻ്റെ എക്സാമാണ്. ആരാ നടത്തുന്നത്? ഞാനാണ് നടത്തുന്നത്. അപ്പം നിങ്ങൾ എഴുതണമെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർക്ക് എഴുതാം. എഴുതണമെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതിക്കോളം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം എന്താണ് എക്സാമിൻ്റെ റൂൾസ്, എന്തൊക്കെയാണ് എക്സാമിന് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ നടത്താൻ പോകുന്നത് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൻ്റെ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ എനിക്ക് ബോർഡിൽ ഞാൻ അവിടെ 3 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ 25 മാർക്കിന് 6 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. 6 ക്വസ്റ്റ്യനൊക്കെ മതി. അതിൽ ABC എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ എവിടെ കിട്ടും? ആൻസർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ വാട്സപ്പിലെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്പർ ഉണ്ടാവും, അതിൽ മെസ്സേജ് അയച്ചിട്ട് വിട്ടെന്നാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എനിക്ക് അയച്ചിടാൻ മടിയാണെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങളുടെ നോട്ടിലുണ്ടാവുമല്ലോ. ഇല്ലാത്തതുണ്ടാവുമല്ലോ. ഇല്ലാത്തത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത്, ഉള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കി ടിക്ക് ഇടുക, മാർക്ക് ഇടുക. ഓക്കെ ആണ്. പിന്നെ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണോ ഞാൻ എഴുതി, അതായത് ഞാൻ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എത്രാമത്തെ നമ്പറാണെന്ന് മാത്രം അറിയിച്ചാൽ മതി. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്നും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എക്സാമിന് വരുന്ന ടൈപ്പ് NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എടുത്തു തരേണ്ടത് നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റൂൾസ് ഒന്നും ഇല്ല. എന്താണ്, നിങ്ങളെ തന്നെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എക്സാം എഴുതാതിരിക്കുക. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചത് ഞാൻ എഴുതുള്ളൂ. മറ്റുള്ളിടത്ത് മറ്റു സോഴ്സിൽ നിന്നോ ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ എന്താണ് ഇത് തന്നെ നിങ്ങൾക്ക് ഫോൺ വെച്ച് എഴുതാൻ പറ്റുള്ളൂ. കാരണം ഫോണിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് PDF വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ PDF ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ PDF കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ഈ PDF ഓണാക്കി വെച്ചിട്ടാവും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഗൂഗിൾ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ അപ്പം എടുക്കും, എന്നിട്ട് അത് എഴുതിയിട്ട് എനിക്ക് വിട്ടുതരും. അങ്ങനെ ചെയ്യും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതല്ല, എന്നാൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കുക. കാരണം നിങ്ങളെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ എക്സാം നടത്തും നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾ ഓരോരുത്തർ വന്ന് നോക്കാനൊന്നും പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെയാണ് പരീക്ഷിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുക. അപ്പം ഞാൻ ഒറ്റ കാര്യം അഭ്യർത്ഥിക്കുന്നുള്ളൂ, എല്ലാവരും പരമാവധി എന്ത് എക്സാം എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചത് മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യം. അപ്പം അതറിയണമെങ്കിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് വേഗം പോകാം. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് Q ആൻഡ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇതൊക്കെ പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഏതൊക്കെ നോക്കട്ടെ. ഡ്രോ ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. എന്നൊന്ന് ഓർക്കുക. ഞാൻ ഇവിടെ എഴുതി വെക്കാം. ചിലവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ ഞാനൊന്നും ഇവിടെ എഴുതി വെക്കുന്നത്, അങ്ങനെ അറിയാത്ത വേർഡ്സ് എന്താണ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. പിന്നെ ഇങ്ങനെ പോയിട്ട് പിന്നെ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് പിക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ചാർജസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ചാർജസ് ആണ്. പിന്നെ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സെയിം ആണെന്നൊന്ന് ആലോചിക്കുക. ഇൻറ്റൻസിറ്റി വേണമെന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അത് തന്നെയുള്ളൂ ഈ 3 ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക, ഏത് ഫയൽ പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്ക് ആയിക്കോട്ടെ, നോട്ട് ബുക്ക് എടുത്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതണ്ട, നമ്പർ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ABC എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ നിങ്ങൾ സാധാ എക്സാം എഴുതുന്നതായിട്ട് തന്നെ ചെയ്യുക. അതിൻ്റെ ആൻസർ കൃത്യമായി തന്നെ എഴുതിക്കുക. ഡിറൈവ് ചെയ്യാനുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക, ഏതാണോ ഡിറൈവ് ചെയ്യാനുള്ളത് അതിൻ്റെ ഹെഡിങ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം ക്വസ്റ്റ്യൻസൊക്കെ ഞാനാണ് ഇട്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ഞാൻ ന്യൂമറിക്കൽസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്ത് കറക്റ്റ് സെറ്റപ്പ് ആക്കി ചെയ്തോണോ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നത് ഞാൻ എന്ത് ചെയ്യും, എത്ര മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുക, അത് കോൺഫിഡൻറ്റ് കൂടും. ഞാൻ ഈ മൊത്തം ചാപ്റ്റർ പഠിച്ചല്ലോ, അടിപൊളി ആയല്ലോ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാനുള്ള എന്ത് ചെയ്യും, ഒരു ഉന്മേഷം വരും. അപ്പോൾ എന്താണ്, ഇത് കഴിഞ്ഞാൽ നമ്മൾ മാത്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്സ് ഒരു ചൊവ്വാഴ്ച തിങ്കളാഴ്ച ആയിട്ട് ഞാൻ ഉണ്ടാകും നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ വേഗം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, 25 മാർക്കിനാണ്. ഓരോന്നിൻ്റെയും മാർക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര മാർക്ക് നിങ്ങൾ ഇത് എഴുതി കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. വേഗം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 5 ഇവിടെ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അടുത്തൊരു ജസ്റ്റ് ഇതിനടുത്ത് തന്നെ ചെയ്യാം. 5 6 വേറെ ചെയ്യാം.
അപ്പോൾ എന്താണ് എ പോയിന്റ് ചാർജ് ഓഫ് ഓരോ തന്നിട്ടുണ്ട് ചാർജ് അറ്റ് പ്ലേസർ അറ്റ് സെൻട്രൽ ക്യൂബിക് ഗോഷൻ സർഫസ് ഓഫ് സൈഡ് 0.5 മീറ്റർ ആണ്. വാട്ട് ഈസ് നെറ്റ് ഫ്ലക്സ് ത്രൂ സർഫസ്? ആ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്ലക്സ്, അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ എഴുതിയേക്കുന്നത് ടോട്ടൽ ഫ്ലക്സ് ആണ് കാണാൻ പറയുന്നത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചത് കാണാനുള്ള 2 മെത്തേഡ് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്ക് ചെയ്താൽ മതി. 3 ചാർജസ് Q1, Q2 ആൻഡ് Q3 ആർ അറേഞ്ച് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവർക്കിടയിലുള്ളത് 5 സെന്റിമീറ്റർ ആണ്, അത് ഓർക്കണം. പിന്നെ ഒന്നാമത്തെ ചാർജ് +6 മൈക്രോ കൂളമാണ്. ഇങ്ങനെ ഇട്ടതിനർത്ഥം എന്താണ്, ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ടാൽ അത് മൈക്രോ ആണ്. അതൊക്കെ എങ്ങനെയാണ് മാറ്റുന്നതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മൈക്രോ കൂളമാണ്. അപ്പം ഇനി അടുത്തത് Q2 എന്ന് പറയുന്നത് +2 മൈക്രോ കൂളമാണ്. Q3 എന്ന് പറയുന്നത് +4 മൈക്രോ കൂളമാണ്. ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ചാർജ് Q3. ഈ Q3ന്റെ മേലുള്ള എന്ത് ചെയ്യുക, ഫോഴ്സ് കാണാൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഫോഴ്സ് ആക്ട്? ഈ ഒരു ഫോഴ്സ്, അതായത് Q3ന്റെ മേലുള്ള ഫോഴ്സ് ഉണ്ടാവില്ല, ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യാനാണ് ചോദ്യം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. അത്രേ ഉള്ളൂ പരിപാടി. 4ാമത്തത്. അപ്പം നിങ്ങളാണ് എഴുതുന്നതെന്നുള്ള ആലോചിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതവിടെ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. കാരണം ഇതിന് ഞാൻ അധികം NCERT നിന്നുള്ളതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അധികം ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തി? ഇങ്ങനെയാണ് നമ്മുടെ എക്സാം വരാൻ പോകുന്നത്. ഇനിയുള്ള എക്സാംസ് ടഫ് ആക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് ഇട്ട് തന്നത്. ആ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇട്ടാലേ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒരു എന്തുണ്ടാവുള്ളൂ. വെറുതെ മറ്റേത് ഞാൻ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ SI യൂണിറ്റ് എന്താണ്, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എഴുതാൻ പറ്റും. എൻ്റെ വീഡിയോ കണ്ടാൽ അതല്ല പഠിച്ച് എല്ലാവർക്കും എഴുതാൻ പറ്റും. എന്നാൽ ഇതുപോലത്തെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നുണ്ടില്ല. ഒരു 10ൽ 2-3 ആൾക്കാർക്ക് എഴുതാൻ പറ്റും. മറ്റേതോ 10ൽ 10 എഴുതും. അതാ പ്രശ്നം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഇട്ടത് നിങ്ങൾ മനസ്സിലാക്കണം. എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ. വേഗം 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ആണെന്ന് തോന്നുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ഓൾ ഫ്രീ ചാർജസ്? സാർ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ അത് വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ നിങ്ങൾ കണ്ടതിൽ ചിലപ്പോൾ 1ാമത്തെ 5ാമത്തെയും ക്വസ്റ്റ്യൻ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഇത് മാത്സ് ദ ഫോളോയിങ്ങിൽ തന്നെ 4 മാർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും NCERT ക്വസ്റ്റ്യൻസും ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം എന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം എന്നെ എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതി. വേഗം നമുക്ക് 6ാം ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ. ഞാൻ HSC മാർക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് എഴുതുക. ഇതാണ് നിങ്ങൾ NCERT ക്വസ്റ്റ്യൻ. ഒന്ന് മറ്റു ഇതിൽ മുന്നേ NCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതാണെന്ന് കുഴപ്പിക്കുന്ന NCERT ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള രീതി ഒന്ന് പറഞ്ഞുതരാം. 2 ചാർജസ് Q1 ആൻഡ് Q2. Q1 ഉണ്ട്, Q2 ഉണ്ട്. ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒന്ന് +10⁻⁻8 ആണെങ്കിൽ ഒന്ന് -10⁻�8 ആണ്. അതായത് ഡൈപോൾ നിൽക്കുന്ന പോലെ. ഒന്ന് +Q ആണെങ്കിൽ ഒന്ന് -Q. അവിടെ ചെറിയ ഡിസ്റ്റൻസിൽ നിർത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഡൈപോൾ തന്നെ അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണ്. റെസ്പെക്റ്റീവ്ലി ആർ പ്ലേസ്ഡ് 0.1 സെന്റിമീറ്റർ അപ്പാർട്ട് ഫ്രം ദ സീൻ ഉണ്ടോ. റെസ്പെക്റ്റീവ്ലി ആർ പോയിന്റ് പ്ലേസ്ഡ് 1 മീറ്റർ അപ്പാർട്ട്. NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ നോക്കട്ടെ, പ്ലേസ്ഡ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല ഇതില്. അപ്പം ഇത് സിയിൽ നിന്ന് ഇവർ 2 പേരും 0.1 മീറ്റർ അപ്പാർട്ടാണ്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്സ് അറ്റ് പോയിന്റ് എ. അതായത് ഇവിടെയാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് സി, ഇതാണ് പോയിന്റ് ബി. ഈ 3 സ്ഥലത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ, അത് ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ്. അപ്പം ഈ 3 സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന പറഞ്ഞാൽ എന്താണ്, ആരവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക? ഒന്നെങ്കിൽ ഈ 2 ചാർജും മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ചാർജും കാരണം ഏലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം. വെക്ടറിന്റെ എന്ത് ചെയ്യണം, 2 കൂടി കൂട്ടണം. എങ്ങനെ കൂട്ടാൻ പാടുള്ളൂ, വെക്ടർ അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. ഡയറക്ഷൻ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ മൈനസ് ചെയ്യുക, നേരക്കാണെങ്കിൽ പ്ലസ് ചെയ്യുക. ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, √A² + B² + 2AB cos θ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വെക്ടറിനെ സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാണാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഒരേ സൈഡ് കാണെങ്കിൽ, 2 വെക്ടർ ഒരേ സൈഡ് കാണെങ്കിൽ പ്ലസ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ വലുതിന് ചെറുത് കൊടുക്കുക. പിന്നെന്താണ്, ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, √A² + B² + 2AB cos θ. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ബിയിലുള്ള എങ്ങനെ കാണാം, ഇത് കാരണമുള്ളത് കാണാം, ഇത് കാരണമുള്ളത് കാണാം. സിയിലുള്ള എങ്ങനെ കാണാം, ഇത് കാരണമുള്ളത് കാണാം, ഇത് കാരണമുള്ളത് കാണാം.
എന്നിട്ട് രണ്ടും കൂടി കൂട്ടുക, ഇവിടെയും രണ്ടും കൂടി കൂട്ടുക. അപ്പൊ എങ്ങനെ കാണും? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? നിങ്ങൾക്കറിയാം, ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതേ ഇക്വേഷൻ ഇതിനിട്ട് കൊടുക്കുക, ഇതിനിട്ട് കൊടുക്കുക, എന്നിട്ട് എല്ലാ പോയിന്റിലും കാണുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക? എയിലും ബിയും സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ എന്ത് ചെയ്ത് എഴുതി വെക്കുക. സിയിലുള്ള കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 1C എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത് ചാർജ് സിയിൽ ഉണ്ടാക്കുന്നത്, 2C എന്താണ്? രണ്ടാമത് ചാർജ് സിയിൽ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടിനെയും കൂടി റിസൾട്ടന്റ് ആണ് അങ്ങോട്ട്. ആ റിസൾട്ടന്റ് കണ്ടാലേ സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടുള്ളൂ. അത് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ തീറ്റ എന്ന് പറയണം. അപ്പൊ തീറ്റ എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിൾ ആണ്. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഇത് പിന്നെ രണ്ടിനും കോമൺ ആണ്. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്തായാലും പറയാ, എല്ലാ വശങ്ങളും 60 ഡിഗ്രി ആയ ട്രയാങ്കിൾ ആണ്. എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് 3 വശം സെയിം ആണ്. ഓക്കെ ആണ്. പോയിന്റ് 1 കിട്ടും. അപ്പോൾ 3 വശം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി. ഇവിടെ 16 ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ആംഗിൾ 16 ആവും. ഇവിടെ 16 ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആംഗിൾ 16 ആവും. ഇത് 16 120 ആവും. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബ്ലൂ ഇങ്ക് കാണുവാനില്ലല്ലോ, അങ്ങനെയായിട്ട് കാണിച്ചു തരാം. ഇത് 16 ആവും, ഇത് 16 ആവും. അങ്ങനെയാണെങ്കിൽ ഇതും ഈ ഒരു ലൈനും എന്താടാ 180 ഡിഗ്രിയാണ്. നോക്കിയേ, ഇത് ഇങ്ങനെ എന്താണ്? ഇവിടെ മുതൽ ഇവിടം വരെ 180 ഡിഗ്രി അല്ലേ ഈ സ്ട്രൈറ്റ് ലൈന്? ഇത് 16 ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആവും. ഇത്ര ഹിന്റ് എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ ഇതൊന്നും ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല. രണ്ടും ഇത് കാരണം ഏലുണ്ടാവണം കണ്ടെത്തുക, ഇത് കാരണം ഏലുണ്ടാവണം കണ്ടെത്തുക, രണ്ടും കൂടി കൂട്ടുക. ഇത് കാരണം ഏലുണ്ടാവണം, ഇത് കാരണം ബിയിലുണ്ടാവണം കണ്ടെത്തുക, ഇത് കാരണം ബിയിലുണ്ടാവണം കണ്ടെത്തുക, രണ്ടും കൂടി കൂട്ടുക. ഇത് കാരണം സിയിലുണ്ടാവണം കണ്ടെത്തുക, ഇത് കാരണം സിയിലുണ്ടാവണം കണ്ടെത്തുക. അവിടെ ആംഗിൾ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ആംഗിൾ വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തത്. അപ്പൊ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രേ ഉള്ളൂ. 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എത്ര മാർക്ക് വേണമെന്ന് അറിയാം, എനിക്ക് മെസ്സേജ് അയച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഓക്കെ അല്ലടാ? സോ ഇവിടെ വീഡിയോ എൻ്റെ ആണ്. വീഡിയോ എന്ത് ചെയ്യേണ്ട? നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്തോ. ഷെയർ ചെയ്യണമെന്നല്ല, നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമന്റ്സ് ഒന്ന് എന്ത് ചെയ്യുക? അറിയിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി മുതൽ എക്സാം വേണ്ട, എന്താണെങ്കിലും നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കും. നമുക്ക് നോക്കാം എന്താ ചെയ്യണം. ഓക്കെ അല്ലേ? ബൈ.